പബ്ലിക്കിന്റെ ഒരുപാട് കാര്യങ്ങളാണ് RBI നോക്കുന്നത്. ഈവൻ ആ ഒരു ബാങ്കിങ് സിസ്റ്റത്തിലുള്ള ഒരു വിശ്വാസം ജനറൽ പബ്ലിക്കിന്റെ പിടിച്ചു നിർത്തുക എന്നുള്ളൊരു ജോലി തന്നെ RBIയുടെ ആണ്. ആൻഡ് ഇത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBI ഗ്രേഡ് ബിയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ വന്നതും അറിഞ്ഞാണ് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒന്നാണ് അതിൻ്റെ സാലറി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബിക്കോസ് അവിടെ ഒരു വലിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാലറിയാണ്. സ്റ്റാർട്ടിംഗ് സാലറി നേരത്തെ നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 1,08,000 സംതിങ് ആയിരുന്നു ഇൻ ഹാൻഡ് കൈ കിട്ടുന്ന സാലറി എങ്കിൽ ഇപ്പോഴത്തെ പുതിയ സാലറി എന്ന് പറഞ്ഞാൽ 1,50,000 റേഞ്ചിലാണ് പുതിയ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ആണ് സാലറിന്റെ സ്ഥലത്ത് വന്നേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു RBI ഗ്രേഡ് ബി ജോബ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മൈൻഡിൽ വരുന്ന ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട്. എന്തൊക്കെയാണ് RBI ഗ്രേഡ് ബി? ഇപ്പം ഒരുപാട് പേരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സാലറി എങ്ങനെ, 2 എക്സാം എങ്ങനെ, ആർക്കൊക്കെ എഴുതാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുറച്ച് പേരെങ്കിലും പിന്നെയും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാധാരണ ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അവിടുത്തെ ഓഫീസർ ആയാലും അവിടുത്തെ ക്ലർക്ക് ആയാലും ഒക്കെ ചെയ്യുന്ന ജോലികൾ എങ്ങനെയാണെന്നുള്ളത്. അവർ കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യുക, കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും എന്താ പറയുക നമ്മുടെ സാധാരണ ബാങ്ക്. ഇപ്പോൾ SBI ആയാലും ശരി, ഇത് IBPS ആയാലും ശരി, RRB ആയാലും ശരി, ഇങ്ങനെയുള്ള ബാങ്ക്സിലൊക്കെ തന്നെ നടക്കുന്നത്. പക്ഷേ കസ്റ്റമർ ഇൻട്രാക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. നമുക്ക് അവിടെ സിമ്പിളായിട്ട് ഒറ്റ വാക്കി പറയണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കറിയാം RBI എന്ന് പറയുമ്പം അവിടെ കസ്റ്റമർ ചുമ്മാ നമ്മളൊരു സാധാരണ പബ്ലിക് എപ്പോഴും കയറി ഇറങ്ങുന്ന ഒരു ബാങ്ക് അല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഈ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ആണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ കസ്റ്റമർ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നൊരു ഏരിയ ഇല്ലാത്തതോ അല്ലെങ്കിൽ വളരെ കുറവായിട്ടുള്ളതോ ഒരു ഏരിയ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. കസ്റ്റമറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ബാക്കിയുള്ള ബാങ്ക്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, ബാക്കിയുള്ള ഗവൺമെന്റുമായിട്ട് വരുന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് വരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് RBI ഗ്രേഡ് ബിയുടെ ഒരു ജോബ് എന്താ അവർ ചെയ്യുന്ന ഒരു റോൾ എന്താ അവരുടെ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി സാലറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ പ്രൊമോഷൻസ് എങ്ങനെ വരുന്നതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ആ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ചാനലിൽ ആ വീഡിയോസൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് അതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ വരുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഒരു RBI ഗ്രേഡ് ബി ഓഫീസറുടെ ജോബ് റോൾ എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ RBI ഗ്രേഡ് ബിയുടെ ഒരു ജോബ് റോളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം നമ്മളൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, RBI ഗ്രേഡ് ബി ഓഫീസർ ബെനിഫിറ്റ് ഫ്രം എ പ്രൊഫഷണൽ വർക്ക് കൾച്ചർ, സ്ട്രക്ചേർഡ് വർക്കിംഗ് ഹവേഴ്സ് ആൻഡ് എ ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ RBI ഗ്രേഡ് ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫിക്സ്ഡ് വർക്കിംഗ് ഹവേഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോബായത്. ഇപ്പോൾ ഒരു വളരെ വലിയ ഹൈ പോസ്റ്റ് ആണെങ്കിൽ പോലും ഒരു ഫിക്സ്ഡ് വർക്കിംഗ് ഹവേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കവിടെ പറയുന്ന കണക്ക് ഒരു വളരെ പ്രൊഫഷണൽ വർക്ക് കൾച്ചറാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ വളരെ സ്ട്രക്ചേർഡ് വർക്കിംഗ് ഹവേഴ്സ് ഉണ്ട് അവർക്ക്. അതുപോലെ ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈലും ആണ്. ഞാൻ ഫിക്സ്ഡ് വർക്കിംഗ് ഹവേഴ്സ് വരുമ്പോൾ അവിടെ കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും അവിടെ പോകുന്നത്. പിന്നെ മോറോവർ നമ്മൾ നേരത്തെ പറഞ്ഞത് വളരെ അട്രാക്റ്റീവ് സാലറി പാക്കേജ് അവിടെ വരുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിടെ നമുക്കൊരു ഡൗട്ട് വരുത്തേയില്ല. വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ RBI ഗ്രേഡ് ബി ഓഫീസർ എന്ന് പറയുന്നത്. ബാങ്കിങ് എക്സാംസിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് നടക്കുന്ന എക്സാം കൂടിയാണ്. നമ്മുടെ ഏറ്റവും ഹൈ റാങ്കിൽ നടക്കുന്ന എക്സാം, ഏറ്റവും ഹയസ്റ്റ് സാലറിയിൽ വരുന്ന ഒരു എക്സാം, സ്കെയിലിൽ വരുന്ന എക്സാം ആണ് നമ്മുടെ RBI ഗ്രേഡ് ബി ഓഫീസർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസ് വർക്ക്സ് ഫ്രം 9 AM to 5 PM ഡെയിലി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞൊരു കേസാണ് അവിടെ വരുന്നത്. ഡെയിലി ഫോർ 5 days ഇൻ എ വീക്ക് ആൻഡ് ദിസ് ഈസ് ജസ്റ്റ് ആൻ എസ്റ്റിമേഷൻ മൈറ്റ് വേരി ബേസ്ഡ് ഓൺ ഡിഫറെന്റ് ഫാക്ടേഴ്സ്. നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് യൂഷ്വലി ഇപ്പം നമ്മുടെ യൂഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 9 to 5 എന്നൊരു ജോബാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. പക്ഷെ നിങ്ങൾക്കറിയാം ചില സമയത്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിലെ ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, എമർജൻസീസോ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. ആ സമയത്ത് ഡെഫിനറ്റ്ലി ആ വർക്കിംഗ് ഹവേഴ്സിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ചേഞ്ചസോ അപ്ഡേറ്റ്സോ എന്തെങ്കിലും നമ്മുടെ പാർലമെന്റിലെ ഡിസ്കഷൻസോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അവിടെ എന്തെങ്കിലും പുതിയ ചേഞ്ചസ് കൊണ്ടുവരുവാണ്, കറൻസിയിൽ എന്തെങ്കിലും ഇത് കൊണ്ടുവരുവാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ സമയത്ത് ഉറപ്പായിട്ട് നമുക്ക് അവിടെ കൂടുതൽ ജോബ് വരും, കൂടുതൽ വർക്ക് വരും. ആ സമയത്ത് ആ വർക്കിംഗ് ഹവേഴ്സിൽ ഡെഫിനറ്റ്ലി ഒരു ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ആ സമയത്ത് കുറച്ചുകൂടി കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. നമുക്കറിയാം അതുപോലെ ഫിനാൻഷ്യലി എൻഡൊക്കെ ആവുന്ന സമയത്ത് ഒരുപാട് എക്സ്ട്രാ വർക്ക് വരും. അപ്പം അങ്ങനെയൊക്കെ സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി ഒരു വർക്കിംഗ് ഹവേഴ്സിൽ ചെറിയൊരു വ്യത്യാസം വരും. പക്ഷേ അതിനൊക്കെ ഈ പറഞ്ഞ എക്സ്ട്രാ ചെയ്യുന്ന ജോലികൾക്കൊക്കെ നമുക്ക് അവിടെ ഈ പറഞ്ഞ എക്സ്ട്രാ സാലറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻ ജനറൽ പറയുവാണെങ്കിൽ ഒരു 9 to 5 ജോബ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇത് നമുക്ക് പറയാം. പിന്നെ അടുത്ത കാര്യത്തിൽ വരുവാണെങ്കിൽ പോസ്റ്റിംഗ് ലൊക്കേഷൻ. നിങ്ങൾക്കറിയാം പോസ്റ്റിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. സോ മോസ്റ്റ് ഓഫ് ദി പോസ്റ്റിംഗ്സും വരുന്നത് അവിടെ ആയിരിക്കും. പിന്നെ അത് കൂടാതെ നിങ്ങൾക്കറിയാം നമ്മുടെ RBIയുടെ ഓഫീസുകൾ നമ്മുടെ
നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിന്റെയും ക്യാപിറ്റലിലോ സബ് ക്യാപിറ്റലിലോ ഉണ്ട്. സോ അവിടെയും നമുക്ക് പോസ്റ്റിങ്സ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വൺ സെലക്ടഡ് ഓഫീസർ ക്യാൻ ബി പോസ്റ്റഡ് അറ്റ് RBI സെൻട്രൽ ഓഫീസ് ഇൻ മുംബൈ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് RBI ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിൽ പോസ്റ്റിംഗ് വരും, ഓർ എനി ഓഫ് ഇറ്റ്സ് റീജിയണൽ ഓഫീസ് അക്രോസ് ഇന്ത്യ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലായിരിക്കും അതിന്റെ പോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമുക്ക് ഈ പറഞ്ഞ എവിടെ പോസ്റ്റിംഗ് വരുന്നു അതിനനുസരിച്ച് നമ്മുടെ ഈ പറയുന്ന സാലറിയിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും. 1,50,000 എന്നുള്ള സാലറിയിൽ ചെറിയൊരു വ്യത്യാസം വരും നമുക്ക് പോസ്റ്റിംഗ് വരുന്ന സിറ്റീസ് അനുസരിച്ചോ അതുപോലെ നമുക്ക് ഈ പറയുന്ന വർക്ക് അനുസരിച്ചൊക്കെ നമുക്ക് ഈ പറയുന്ന ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് ആ വർക്കിൽ വ്യത്യാസം വരും. ഏതെങ്കിലും സ്റ്റേറ്റിൽ എന്തെങ്കിലും ഒരു സംഭവം വരുവാണെങ്കിൽ അവിടെ കുറച്ചുകൂടി വർക്കിംഗ് അവേഴ്സ് എക്സ്ട്രാ വരാൻ സാധ്യതയുണ്ട് ആ സമയത്തേക്ക് മാത്രം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വരും. പിന്നെ കരിയർ ഗ്രോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതും ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു RBI ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റ്, ആ പോസ്റ്റ് വരെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രൊമോഷൻസ് വരെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. പക്ഷെ RBI ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റ് ഒരിക്കലും പ്രൊമോഷൻ അല്ല. അത് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് എന്താ പറയുക, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് ക്ലിയർലി പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് RBI ഗവർണറിനെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു RBI ഗ്രേഡ് ബി ഓഫീസർ എന്ന് പറഞ്ഞ ആൾക്ക് അവിടെ വരെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രൊമോഷൻസ് വഴി ശരിക്കും എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റിലേക്ക് വരെ നമുക്കവിടെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരെ നമുക്ക് ഈ പറഞ്ഞ പ്രൊമോഷൻസ് വഴി ചെല്ലാൻ പറ്റും. അതിന് ശേഷം പിന്നെ അങ്ങോട്ടുള്ളത് നമുക്ക് ഈ പറഞ്ഞ ഗവൺമെന്റ് അതിന്റെ പാനൽ അത് തീരുമാനിക്കുന്ന അനുസരിച്ചായിരിക്കും അതിന്റെ മേളിലോട്ടുള്ള പ്രൊമോഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ പ്രൊമോഷൻസ് ഓർ സെലക്ഷൻസ് എന്ന് പറയുന്നത് പക്ഷേ അത് നമുക്ക് അവിടെ വരെ എത്താൻ പറ്റും ഈ ഒരു പോസ്റ്റ് വഴി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നിങ്ങൾക്കറിയാം ഏതെങ്കിലും ഒരാളെ പിടിച്ച് RBI ഗവർണറോ അല്ലെങ്കിൽ RBI ഡെപ്യൂട്ടി ഗവർണറോ ആക്കാൻ പറ്റത്തില്ല. ഫിനാൻസിനെ കുറിച്ച് ഏറ്റവും നല്ല നോളജ് ഉള്ള ഒരാളെ മാത്രമേ അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് എത്തിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് RBI ഗ്രേഡ് ബി ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് RBI ഗ്രേഡ് ബി ഓഫീസേഴ്സ് നമ്മുടെ ഈ പറയുന്ന RBI ഗവർണർ ആയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും RBI ഗ്രേഡ് ബിയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരും RBI ഗവർണർ ആവുക ഒരിക്കലും ആവത്തില്ല. അത് നമ്മൾ അറ്റ് ദ സെയിം ടൈം അറിഞ്ഞിരിക്കണം. പക്ഷെ അവിടെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത് നമ്മൾ അതും അറിയണം. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ജോബ് റോൾ, ഇതിന്റെ ശരിക്കുള്ള ജോബ് റോളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ ജോബ് റോൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മളെ പോസ്റ്റിംഗ് വരുന്നത് എന്നുള്ളതിന്റെ ബേസിലാണ് ശരിക്കും ഈ ജോബ് റോൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു RBI ഗ്രേഡ് ബി എന്ന് പറയുമ്പോഴും നമുക്കവിടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ് നമ്മുടെ പോസ്റ്റിംഗ് വരുന്നത്. ചിലപ്പോൾ ബാങ്കിങ് സൂപ്പർവിഷൻ ഡിപ്പാർട്ട്മെന്റിലാവാം, ചിലപ്പം ഫിനാൻഷ്യൽ മാർക്കറ്റ് ബേസ്ഡ് ഡിപ്പാർട്ട്മെന്റിലാവാം, അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ആൻഡ് അതിന്റെ ഫ്രെയിം വർക്ക് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി വരുന്ന ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാവും. അപ്പം ഇങ്ങനെ RBI എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ ബാങ്കുകളുടെ സൂപ്പർവിഷൻ, ബാക്കിയുള്ള ബാങ്കുകളുടെ സൂപ്പർവിഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയുടെ ഫ്രെയിം വർക്ക്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ബേസിസിലായിരിക്കും നമുക്ക് ഈ പറയുന്നത് ശരിക്കും നമ്മുടെ ജോബ് റോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു ഫിക്സഡ് ഇതാണ് നമ്മൾ ഓഫീസിൽ ചെന്നിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നത് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്കൊരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമുക്ക് നമ്മുടെ ഈ ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പോളിസി ഫോർമുലേഷൻ അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതുപോലെ റെഗുലേഷൻസ് കൊണ്ടുവരിക എന്നുള്ളത്, അല്ലെങ്കിൽ റെഗുലേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുക, അത് റിസർച്ച് ചെയ്യുക അങ്ങനെയുള്ളത്, പിന്നെ എക്കണോമിക് റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഒരു RBI ഗ്രേഡ് ബിയുടെ ഏറ്റവും ബ്രീഫായിട്ട് പറയുന്നെങ്കിൽ ജോബ് റോൾ എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസിയുടെ ഫ്രെയിം വർക്ക്, അതുപോലെ റെഗുലേഷൻസ്, എക്കണോമിക് റിസർച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക, നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസിനെ കുറിച്ച് പഠിക്കുക, ബാക്കിയുള്ള കൺട്രി വെച്ച് നമ്മുടെ കൺട്രിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് കുറിച്ച് പഠിക്കുക, അതിൽ ഇമ്പോർട്ടൻ്റ് റെഗുലേഷൻസോ ഫ്രെയിം വർക്ക്സോ പോളിസീസോ ഒക്കെ കൊണ്ടുവരിക എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക, ടൈം ടു ടൈം അതിന്റെ അപ്ഡേഷൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അതൊക്കെയാണ് നമ്മുടെ ഒരു RBI ഗ്രേഡ് ബിയുടെ ഓഫീസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ജോബ് റോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ, ഒന്ന് ഓവർസീയിങ് റെഗുലേഷൻസ്, സൂപ്പർവിഷൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതിലൊന്ന്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് RBI ഗ്രേഡ് ബി മാനേജേഴ്സ് ടേക്ക് കെയർ ഓഫ് പോളിസി ഫോർമുലേഷൻ. ഓക്കെ, പോളിസിയുടെ ഫോർമുലേഷന് വേണ്ടി ആദ്യത്തെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു സംഭവം മുമ്പിലോട്ട് പോകുന്നതിന് മുമ്പ്, ഫൈനൽ സാങ്ഷൻസ് ഒക്കെ വരുന്നതിന് മുമ്പ്, നിങ്ങൾക്കറിയാം പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് റിപ്പോ റേറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, റിവേഴ്സ് റിപ്പോ റേറ്റ്, പോയിന്റ് ഇത്രയും ബേസ് പോയിന്റ്സ് കുറച്ചു എന്നൊക്കെ ഉള്ളത്, ഈ റിപ്പോ റേറ്റിന്റെ പോയിന്റ്സ് ഇത്രയും ബേസ് പോയിന്റ്സ് കുറച്ചു എന്നൊക്കെ ഉള്ളത്. ഇങ്ങനെയുള്ള ഈ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഓരോ മോണിറ്ററി പോളിസി ടൂൾസ് ആണ്. ഇപ്പം ഇങ്ങനത്തെ, അതുപോലെ വേറെ ഒരുപാടുണ്ട്, SLR അങ്ങനെയൊക്കെയുള്ള വേറെയും ഒരുപാട് മോണിറ്ററി പോളിസി ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന മോണിറ്ററി പോളിസി ടൂൾസിൻ്റെയൊക്കെ ഫ്രെയിം വർക്ക്
വർക്ക് ചെയ്യുന്നത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്ന് പറയുന്നത് നമ്മുടെ ഇതേപോലത്തെ ഓഫീസേഴ്സ് ആണ് ചെയ്യുന്നത്. എന്നിട്ടാണ് പിന്നെ മുമ്പിലോട്ട് പോയി അതിന്റെ ഫൈനൽ ആക്ഷൻസ് RBI ഗവൺമെന്റ് സൈഡിൽ നിന്നും ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടിയതിന് ശേഷം അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇംപ്ലിമെന്റേഷനിലും ഇവർക്ക് റോൾ ഉണ്ട്. ഇവരാണ് ഓരോ ഏരിയ ഇവരുടെ അണ്ടറിൽ കാണും. അപ്പൊ അത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലായിരിക്കും വരുന്നത്. പക്ഷെ സ്റ്റിൽ അവർക്ക് ആ ഒരു ഏരിയ കാണും. ആ ഏരിയയുടെ ആ ഒരു ബാങ്ക്സിൽ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഡ്യൂട്ടിന്റെ അണ്ടറിലായിരിക്കും അത് വരുന്നത്. ഇപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ RBI Grade B മാനേജേഴ്സ് ടേക്ക് കെയർ ഓഫ് പോളിസി ഫോർമുലേഷൻ ബിഫോർ പെർഫോം ഓൺ സൈറ്റ് ആൻഡ് ഓഫ് സൈറ്റ് സൂപ്പർവിഷൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓൺ സൈറ്റ് ആൻഡ് ഓഫ് സൈറ്റ് സൂപ്പർവിഷൻ, ഈ പറഞ്ഞ പോളിസീസ് ഒക്കെ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ആകുന്നുണ്ടോ എന്നുള്ളതിന്റെ ചെക്ക് ആൻഡ് ടേക്ക് ആക്ഷൻ ഇഫ് നീഡഡ്. അതാകുന്നില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആക്ഷൻസ് എടുക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത മാനേജിങ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റും അതുപോലെ നമ്മുടെ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ഈവൻ ആ ഒരു കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അവിടെ വരുന്നുണ്ട്. ഇപ്പം മാനേജേഴ്സ് അറ്റ് RBI മേക്ക് ഷുവർ ദി ഫിനാൻഷ്യൽ മാർക്കറ്റ് ഓപ്പറേറ്റ് സ്മൂത്ത്ലി, ഡെവലപ്പ് ന്യൂ റൂൾസ് ആൻഡ് കണ്ടക്ട് ഓപ്ഷൻസ് ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സെട്ര. അപ്പൊ നമ്മുടെ RBI മാനേജേഴ്സ് ആണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതേപോലെ പുതിയ റൂൾസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, ഓപ്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക, സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയും സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടിയും ചെയ്യുക എന്നുള്ളതൊക്കെ ചെയ്യുന്നത്. ഇത് കൂടാതെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഷേപ്പിംഗ് മോണിറ്ററി പോളിസി, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഇത്. ഷേപ്പിംഗ് മോണിറ്ററി പോളിസി, റിസർച്ച് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവിടെ പിന്നെയും പറയുന്നത്. അപ്പൊ അത് തന്നെ നമ്മുടെ ആ ഒരു പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ചും ഒക്കെ നമ്മുടെ ഈ മോണിറ്ററി പോളിസീസിനെ ഫ്രെയിം വർക്ക് ചെയ്യുക, അതാണ് നമ്മുടെ അഗെയിൻ ഒരു ഇമ്പോർട്ടന്റ് ജോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുക, മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുക, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രിപ്പയർ ചെയ്യുക, റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ ഫെർദർ നമ്മുടെ മുമ്പിലോട്ടുള്ള ഹയർ ഒഫീഷ്യലിന്റെ മുമ്പിലും ഗവൺമെന്റിന്റെ മുമ്പിലൊക്കെ വെക്കുക എന്നുള്ളത്. അതിനൊക്കെ ശേഷമാണ് ഇതിൽ ഫൈനൽ നമുക്ക് ഈ പറഞ്ഞ അപ്രൂവൽസ് കിട്ടിയതിന് ശേഷം അത് ഇംപ്ലിമെന്റ് ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ മാനേജിംഗ് ഗവർണൻസ്, HR സപ്പോർട്ട് ആൻഡ് കസ്റ്റമർ സർവീസ്. RBI മാനേജർ ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റ് പോളിസീസ് ഓൺ റിക്രൂട്ട്മെന്റ്, placement, promotions, etc. oversee grievance redressal mechanism and provide input for the strategy framework. അപ്പോൾ നമുക്ക് അവിടെ പറയുന്നതാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഈ പോളിസിന്റെ ഒക്കെ ഫ്രെയിം വർക്ക് ഡെവലപ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യുക. അതുപോലെ കൈൻഡ് ഓഫ് ഈ പറയുന്ന വേരിയസ് ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ഒരുപാട് ബാങ്ക്സ് ഉണ്ട്, അതിലേക്കുള്ള ഈവൻ അപ്പോയിന്റ്മെന്റ്സ്, റിസർച്ച്, ഇതേപോലെ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് ഫ്രെയിം വർക്ക്, ഇതേപോലത്തെ സ്ട്രാറ്റജി ഫ്രെയിം വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ RBI Grade B ഓഫീസേഴ്സ് ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറിയ ജോലി അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓഫീസിൽ പോയിട്ട് ഈ പണിയാണ് ചെയ്യേണ്ടത് എന്നൊരു ആംഗിളിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ വരുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഒരു RBI Grade B ഓഫീസർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ the role and responsibility of the RBI Grade B officer depend on the department to which they are assigned. നമ്മൾ പറഞ്ഞ പോലെ the department are assigned as per RBI requirements. ആ ഡിപ്പാർട്ട്മെന്റ് അസൈൻ ചെയ്യുന്നത് RBIയുടെ റിക്വയർമെന്റ്സിനനുസരിച്ചാണ് ആ ഒരു അസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു RBI Grade B ഓഫീസിന്റെ കേസിൽ ജോബ് റോളിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അതിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്ത്, അത്രയും ഡീപ്പായിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടണം, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഉറപ്പായിട്ടും കിട്ടണം എന്നുള്ളത്. ആൻഡ് ജസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടേണ്ടവർക്കും അത് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താന്നുള്ളത് തുടക്കത്തിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ RBI Grade B ഓഫീസർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു റോളല്ല, വളരെ വലിയൊരു റോളാണ്. പബ്ലിക്കുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ പോലും വളരെ പബ്ലിക്കിന്റെ ഒരുപാട് കാര്യങ്ങളാണ് RBI നോക്കുന്നത്. ഈവൻ ആ ഒരു ബാങ്കിങ് സിസ്റ്റത്തിലുള്ള ഒരു വിശ്വാസം ജനറൽ പബ്ലിക്കിന്റെ പിടിച്ചു നിർത്തുക എന്നുള്ളൊരു ജോലി തന്നെ RBIയുടെ ആണ്. ആൻഡ് ഇതൊക്കെ നോക്കുന്നത് നമ്മുടെ ഈ RBIയിലുള്ള ഈ ഓഫീസേഴ്സ് ആണ്. ഇതെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്ന RBIയുടെ ജസ്റ്റ് ഈ ഒരു Grade B ഓഫീസേഴ്സ് അല്ല, RBI മൊത്തത്തിലാണ് അതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഡ്യൂട്ടീസ് ആണ് ഇവരെ ഈ ഒരു ഡ്യൂട്ടീസ് ഒക്കെ തന്നെ ഓവർസീ ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന RBI Grade B ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന, ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ലോങ് ടേം ഗോളായിട്ട് ഇതിനെ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് അതിനുവേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തു തുടങ്ങാം. നമ്മുടെ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന, ഓൾറെഡി ബാങ്ക് എക്സാംസ് ക്ലിയർ ചെയ്ത് ബാങ്ക് എക്സാം ഇപ്പം നമ്മുടെ ബാങ്കിലൊക്കെ PO ആയിട്ടോ ക്ലർക്കോ ആയിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒരു ലോങ് ടേം ഗോളായിട്ട് ഒരു 1 year ഒക്കെ എടുത്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു അടുത്ത വർഷം വരുന്ന സമയത്ത് ഈ എക്സാംസ് ഒക്കെ തന്നെ എഴുതാൻ പറ്റും. നമ്മൾ ഈ എക്സാമിനെ കുറിച്ചും മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അത്യാവശ്യം ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉള്ളവർക്ക് അറിയാം. ഇത് വന്നതിന് ശേഷം ഇത് പഠിച്ചു തുടങ്ങിയൊരു കാര്യമൊന്നുമില്ല, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ നമ്മൾ ഒരു 7-8 മാസം മുമ്പ് തൊട്ടേ ഈ RBI ഗ്രേഡ് ബി ഓഫീസേഴ്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയാലും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആയാലും ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർ കാണും, ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കാണും, ഇപ്പോൾ ഈ ഒരു എക്സാം എഴുതാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് കാണും, വന്നതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചോ, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് എന്തിനാ അതിനെക്കുറിച്ച് പറയുന്നുള്ളത്, നോട്ടിഫിക്കേഷൻ വരുന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് ഒരു മിനിമം ഐഡിയ ഉള്ളവർക്ക്, ഈ ഒരു ഫീൽഡിനെ കുറിച്ചും ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഒരു ഗവൺമെന്റ് എക്സാമിനെ കുറിച്ചൊക്കെ മിനിമം ഐഡിയ ഉള്ളവർക്ക് അറിയായിരിക്കും എന്തുകൊണ്ടാണ് ഇത് നേരത്തെ പറയുന്നുള്ളത്. സോ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഒരിക്കലും ആ കാര്യത്തിനെ കുറിച്ച് മനസ്സിലാവത്തില്ല എന്തിനാണ് ഇത് നേരത്തെ പറയുന്നുള്ളത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സൈഡിൽ നിന്ന് അത് നേരത്തെ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യണം. അത് നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആദ്യമേ എടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എത്രയും നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആൻഡ് ഇപ്പം ആദ്യമായിട്ടൊക്കെ ഇതിനെക്കുറിച്ച് കേൾക്കുന്നവരും അറിയുന്നവരും പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവർ, നിങ്ങൾക്ക് RBI ഗ്രേഡ് ബിക്ക് വേണ്ടിയുള്ള ക്ലാസ്സസും എൻട്രിയിലുണ്ട്. RBI ഗ്രേഡ് ബിക്ക് വേണ്ടിയുള്ള ക്ലാസ്സസ്, അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സസ് തന്നെ എൻട്രിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചും കൂടുതൽ അറിഞ്ഞ് അതിന് വേണ്ടി പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഓൾറെഡി ഇപ്പം ഗവൺമെന്റ് ജോബിലൊക്കെ ഇരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ലോങ് ടേം ഗോളായിട്ടും ഇപ്പം പഠിച്ചു തുടങ്ങുന്നവർക്ക് നിങ്ങൾക്ക് ലോങ് ടേം ഗോളുമായിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്ത് പോവാം. നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. അതുപോലെ ഇപ്പോൾ ഇത് കേൾക്കുന്ന ആദ്യമായിട്ട് ഈ ഒരു എക്സാംസിൽ ഗവൺമെന്റ് എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഓൾ ഇൻ വൺ ഫൗണ്ടേഷൻ കോഴ്സസ് ഉണ്ട്. ലൈക്ക് ബാങ്ക്, SSC, റെയിൽവേ എക്സാംസിനൊക്കെ വേണ്ടി ഒരുമിച്ച് കുറച്ച് ലോങ് ടേം ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയും ഫൗണ്ടേഷൻ കോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ഫൗണ്ടേഷൻ കോഴ്സസ് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാംസിനൊക്കെ വേണ്ടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യമേ നിങ്ങൾക്ക് ഈ നമ്മൾ സാധാരണ ഉള്ള കേൾക്കുന്ന ഗവൺമെന്റ് എക്സാംസ് ഒക്കെ എഴുതിയെടുക്കാം. എന്നിട്ട് ഇതേപോലത്തെ ഹൈ റാങ്ക്ഡ് ഗവൺമെന്റ് ഇതേപോലത്തെ പോസ്റ്റുകൾ, RBI ഗ്രേഡ് ബി പോലത്തെ പോസ്റ്റുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ വളരെ സേഫ് ആയിട്ട് ഒരു ഗവൺമെന്റ് ജോബ് കിട്ടിയതിന് ശേഷം പിന്നെ അവിടെ ഇരുന്ന് സേഫ് ആയിട്ട് നിങ്ങൾക്ക് പിന്നെ ഒരു 1 year 2 year അല്ലെങ്കിൽ 1.5 year കൊടുത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് ആ എക്സാംസ് എഴുതി നിങ്ങളിപ്പോൾ കിട്ടിയ ജോലിനേക്കാളും ബെറ്റർ ജോലിയിലേക്കൊക്കെ നിങ്ങൾക്ക് മാറാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ലൈക്ക് RBI ഗ്രേഡ് ബിയുടെ ഓഫീസറിന്റെ ആ ഒരു കോഴ്സിനെ കുറിച്ചും അതേപോലെ നമ്മളിപ്പം പറഞ്ഞ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. 7736122215 എന്ന് പറയുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ബാച്ചസിന്റെ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നൊരു സമയമാണ്. ഒരുപാട് ബാങ്ക് എക്സാംസ്, ഇൻഷുറൻസ് എക്സാംസ് ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വേക്കൻസീസ് ആണ് ബാങ്കിങ് എക്സാംസിൽ വരാതിരിക്കുന്നത്. ഇൻക്ലൂഡിങ് നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റീജിയണൽ റൂറൽ ബാങ്കിൽ അടക്കം നല്ല വേക്കൻസീസ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും വേക്കൻസി ഒരിക്കലും കൂടത്തില്ല എന്നുള്ളത്. പക്ഷേ ഈ വട്ടത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ശരിക്കും വേക്കൻസി കൂടിയോ ഇല്ലയോ എന്നുള്ളത്. ആദ്യമായിട്ടാണ് ഇത്രയും വേക്കൻസിക്ക് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ നേരത്തെ നിങ്ങൾക്ക് 5-6 മാസം മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കാം. അതിൻ്റെ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ പലരും എന്താ പറയുക ഇതൊന്നും അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേക്കൻസി 10,000+ വേക്കൻസിയാണ് IB+ ക്ലർക്കിന് വന്നത്. നമ്മുടെ നേരത്തെ SBI ക്ലർക്കിന് അതേപോലെ സംഭവിച്ചായിരുന്നു. നമ്മുടെ RRB ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ വന്നു. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് വളരെ നേരത്തെ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നതിന് മുമ്പ് 6 മാസം 8 മാസം മുമ്പ് ഈ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ആ കാര്യങ്ങൾ പല ശ്രദ്ധിച്ചിട്ടുള്ളവർ നല്ലപോലെ പ്രിപ്പയർ ചെയ്തു ഈ എക്സാംസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞവർ നിങ്ങൾക്ക് അത് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഈ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ എക്സാംസ് ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് അത് നല്ലപോലെ കേട്ട് മനസ്സിലാക്കി അതിനെ കുറിച്ച് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ഫ്യൂച്ചറിൽ വരുന്ന എക്സാംസ് ഒക്കെ നല്ലപോലെ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പേരൻസ് ഒക്കെ തന്നെ എന്താ പറയുക നിങ്ങളുടെ അവിടെ എല്ലാവരുടെയും ലൈഫ് മാറും. ഒരു പ്രൗഡ് മൂവ്മെന്റ് ആയിരിക്കും അത്. അതിൻ്റെ നിങ്ങളുടെ കംപ്ലീറ്റ് ഒരു ഫ്യൂച്ചർ തന്നെ മാറുന്ന ഒരു കാര്യം കൂടിയാണ്. സോ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് നല്ലപോലെ എക്സാംസ് ആയി ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ ഞാൻ എല്ലാവരും വിഷ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാം നിങ്ങൾക്ക് ഈ നമ്പർ നേരത്തെ പറഞ്ഞ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലും ചെക്ക് ചെയ്യാം. ചാനൽ ഫോളോ ചെയ്യുന്നോണ്ടിരിക്കുക ഇനിയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇതേപോലത്തെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്